യദു ബി ജെ പിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നു, കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും സുരേന്ദ്രൻ ഭയങ്കര കോൺഫിഡന്റാണ്. രാജ്യസന്നദ്ധ അറിയിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. താൻ തന്റെ കാലാവധി പൂർത്തിയാക്കുന്നു, അടുത്ത നിയമസഭയിൽ വേണമെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഒന്നുകൂടി ബി ജെ പി നയിക്കും എന്നൊക്കെയുള്ള കോൺഫിഡൻസ് തന്നെയാണ് കെ സുരേന്ദ്രൻ മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ ഈ പാലക്കാട് പരാജയത്തിന്റെ പിന്നിൽ കെ സുരേന്ദ്രന്റെ പരാജയം, അതായത് കെ സുരേന്ദ്രന്റെ ഒരു പ്രവർത്തനത്തിന്റെ പിഴവ് മാത്രമാണോ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്? മാധ്യമങ്ങളെ സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ്, പോക്കത്തരം കാണിച്ചാൽ ആരായാലും വെറുതെ വിടില്ല, കാണേണ്ട രീതിയിൽ കാണുന്നു. എന്താണ് ബി ജെ പിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ? ഇത് സുരേന്ദ്രന്റെ ആദ്യത്തെ പ്രസ്താവന, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പ്രസ്താവന എന്ന് പറയുന്നത് തന്നെ, ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, എൻ്റെ തോൽവിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, സംസ്ഥാന അധ്യക്ഷനാണ് എന്ന നിലയിൽ ഞാനത് ഏറ്റെടുക്കുന്നു, കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ ഞാൻ മാറണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹം മാന്യമായി പറഞ്ഞു. പക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് നിലപാട് സ്വീകരിക്കുന്ന ദേഷ്യപ്പെടുന്ന സമീപനം സഹികെട്ടിട്ടാണ്. അതായത് ഒരു സംസ്ഥാന അധ്യക്ഷനാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷനാണ്. മറ്റ് പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരോട് കാണിക്കുന്ന ഒരു മര്യാദയും സുരേന്ദ്രനോട് ഒരു മാധ്യമങ്ങളും കാണിച്ചിട്ടില്ല. അതിപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, മറ്റ് മുഖ്യധാര മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, ഇവരാരും തന്നെ സുരേന്ദ്രൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ കാര്യത്തിലോ വലിയ മര്യാദകളൊന്നും കാണിക്കാറില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും ഒക്കെ ഈ മാധ്യമങ്ങൾ അവരോട് ഒരു അക്രമോത്സുകമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ കോമൺ സെൻസിന് നിരക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ പലതും പ്ലാൻഡ് ആണെന്ന് പിന്നീട് ഇപ്പോൾ ഇവിടെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണം, പിന്നെ ഉസ്താദുമാർ തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ കെട്ടിവെച്ച കാശ് അവിടെ കിട്ടിയില്ല, അത്തവണയും കിട്ടിയില്ല, ഇത്തവണയും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു വലിയ മൈലേജ് ഉണ്ടാക്കാൻ മാത്രമുള്ള ഇടപെടലുകളൊന്നും ഇത്തരം പദപ്രയോഗങ്ങളിലൂടെ സുരേന്ദ്രൻ നടത്തുന്നില്ല, അല്ലെങ്കിൽ അത് സാധിക്കുന്നില്ല. അത് കുറെ ട്രോളുകൾക്കിരയാകുന്നു. സുരേന്ദ്രനെ വീണ്ടും വിലയില്ലാതെ, അതായത് നമ്മളിപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ആ നിലവാരത്തിലേക്കുള്ള ഒരു വാക്പ്രയോഗങ്ങളോ സമീപനമോ അല്ല സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ കുറെ കൂടി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സുരേന്ദ്രൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് ഇടപെടാറുണ്ട്. അത് ഒരു പരിധി വരെ പറഞ്ഞാൽ ഒരു ബഹുമാനമില്ലായ്മ എന്ന നിലയ്ക്ക് നമുക്ക് തോന്നാം. അതിനൊരു കാരണം സുരേന്ദ്രൻ്റെ ഈ ഇതുപോലുള്ള പദപ്രയോഗങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സുരേന്ദ്രൻ പണ്ട് ഈ ഉസ്താദുമാർ തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ എന്ന് പറഞ്ഞൊരു പദപ്രയോഗം നടത്തി. അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രസ് മീറ്റിൽ ഒരു മാധ്യമപ്രവർത്തകൻ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പം തന്നെ ആ മാധ്യമപ്രവർത്തകൻ ഇയാളുടെ ഒരു യൂട്യൂബ് വീഡിയോ കാണിച്ചു, സുരേന്ദ്രൻ്റെ വാദം പൊളിഞ്ഞു. അങ്ങനെയുള്ള പല മണ്ടത്തരങ്ങളും സുരേന്ദ്രൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് മാധ്യമവേട്ട തന്നെയാണ്. അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഉടൻ മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാധ്യമങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമേ അല്ല. മാധ്യമങ്ങളെ സംബന്ധിച്ച് ദേശീയ നേതൃത്വവുമായി, അതായത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം JP നദ്ദയും അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ഉൾപ്പെടുന്ന ആ ദേശീയ നേതൃത്വവുമായി നേരിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരൊറ്റ മാധ്യമ പ്രവർത്തകനും കേരളത്തിലില്ല. അമിത്ഷായെ വിളിച്ച് വൈകിട്ട് നാളെ സുരേന്ദ്രനെ മാറ്റും എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ബന്ധവുമുള്ളൊരു മാധ്യമ പ്രവർത്തകരും ഇവിടെയില്ല, കേരളത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്രനെ മാറ്റും എന്ന് ആവർത്തിച്ച് പറയുന്നത് ആ മനുഷ്യനോട് ചെയ്യുന്ന നീതികേട് തന്നെയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറിയെ മാറ്റുമെന്ന് പറയാനുള്ള ധൈര്യം മാധ്യമങ്ങൾക്കില്ലാത്തത്? എന്തുകൊണ്ടാണ് KPCC അധ്യക്ഷൻ K സുധാകരനെ മാറ്റും എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത്? അപ്പോൾ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആ പാർട്ടി വളരെ പ്രധാനമായി ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. സുരേഷ് ഗോപിയിലൂടെ അവരുടെ ദേശീയ നേതൃത്വത്തിന് പ്രതീക്ഷ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ആ ഘട്ടത്തിൽ ദേശീയ നേതൃത്വം സുരേന്ദ്രനെ മാറ്റുമെന്ന് നിരന്തരമായി മാധ്യമങ്ങൾ പറയുമ്പോൾ അത് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ അപമാനമാണ്. അദ്ദേഹം തന്നെ തെറ്റ് ഏറ്റെടുത്തു, ഞാൻ തെറ്റ് ചെയ്തു എന്ന് മാന്യമായി സംസാരിച്ചു, എന്നെ മാറ്റണമോ എന്ന കാര്യം ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന് പരസ്യമായി പറഞ്ഞു. ആ മനുഷ്യനെ പിന്നെയും മാറ്റുമെന്ന് ആവർത്തിച്ച് പറയുന്നത് മാധ്യമ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ വേണം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഭവം, BJP-യിൽ ഉണ്ടായിരിക്കുന്ന ഈ തമ്മിലടി, നേതാക്കളുടെ പോക്ക്, അല്ലെങ്കിൽ അവർ ഈ രീതിയിൽ സംസ്ഥാന അധ്യക്ഷനെ കുറ്റം പറയുന്നത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്, പല BJP നേതാക്കളും ഇതിനു മുമ്പ് അപ്പുറത്തേക്ക് പോയിട്ടുമുണ്ട്, അതുപോലെ ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് K സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ ആയ സംസ്ഥാന അധ്യക്ഷനാണ്. വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചത് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു MP തെരഞ്ഞെടുക്കപ്പെട്ടു. അതിപ്പോൾ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ നേട്ടമാണ് എന്ന് പറയുമെങ്കിലും അതിന്റെ ക്രെഡിറ്റ് സുരേന്ദ്രനുണ്ട്. അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ പിന്നെയുള്ള കാര്യം. സുരേഷ് ഗോപി സ്വന്തം നിലയ്ക്ക് പ്രചാരണം സംഘടിപ്പിക്കുന്നു, PR ചെയ്യുന്നു, അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ അതിനൊക്കെ അപ്പുറം K സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷന്റെ വിജയമാണത്.
ഇപ്പോൾ CPM രണ്ടാമത് അധികാരത്തിൽ വരുമ്പോൾ അത് സംസ്ഥാന സെക്രട്ടറിയുടെയും പിണറായി വിജയന്റെയും ഗുണമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതുപോലൊരു നേട്ടമാണ് കേരളത്തിൽ BJP ഉണ്ടാക്കിയത്. ഇപ്പോൾ ചരിത്ര നേട്ടമാണ്. അതെ, ഒരു സീറ്റ് നേടുന്നു, 18 സീറ്റുകളിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ അംഗങ്ങളുടെ എണ്ണം കൂടുന്നു, പാർട്ടി ഔദ്യോഗിക മെമ്പർമാരുടെ എണ്ണം കൂടുന്നു, പാർട്ടി സജീവമായി തന്നെ നിൽക്കുന്നു. എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയ സ്പേസിൽ ഉൾപ്പെടെ BJPയുടെ സ്വീകാര്യതയും വിസിബിലിറ്റിയും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP കേരളത്തിന്റെ ഒഫീഷ്യൽ പേജാണ് മറ്റു പാർട്ടികളെക്കാൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് കേരളത്തിന് മാത്രമായിട്ട് ഒരു പുതിയ നിയമം ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. കേന്ദ്രം ഒരുപക്ഷെ കേരളത്തെക്കാൾ പ്രതീക്ഷ വെച്ച് പുലർത്തിയ തമിഴ്നാടിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതെ, തമിഴ്നാട്ടിൽ അണ്ണാമലയെ കൊട്ടിഘോഷിച്ച പോലെ വേറൊരു നേതാവിനെയും തെന്നിന്ത്യയിൽ BJPക്ക് കൊട്ടിഘോഷിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അണ്ണാമലൈ പരാജയമായിരുന്നു എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കുമ്പോഴും സുരേന്ദ്രന്റെ പവറോടെ കാണിച്ചു. അതെ, ഇപ്പൊ സുരേന്ദ്രന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ സന്ദീപ് വാര്യരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഈ സന്ദീപ് വാര്യർക്കെതിരെ പാർട്ടി തലത്തിൽ നിരവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും കിട്ടിയിട്ടുണ്ട്. അത് സ്വഭാവദൂഷ്യം ഉൾപ്പെടെയുള്ള പല വ്യക്തിപരമായ, അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ സംസാരിക്കപ്പെട്ടിട്ടുള്ള കുറേ പരാതികൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യരെ മറ്റൊരു തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാത്തത്. ദേശീയ നേതൃത്വത്തിനും അറിയാം. അപ്പോൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് സന്ദീപ് വാര്യർക്ക് BJPയിൽ നിന്നാൽ ഇനിയൊരു ഉയർച്ച ഉണ്ടാകില്ല. ആ വിധത്തിൽ തന്നെ സന്ദീപ് വാര്യർക്കെതിരെ നിരവധി പരാതികളുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങളടക്കം, സ്വഭാവദൂഷ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പം സന്ദീപ് വാര്യരെ സംബന്ധിച്ച് മറ്റൊരു ലാവണത്തിലേക്ക് പോയില്ലെങ്കിൽ ഒരു വളർച്ചയില്ല. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ പോകാനുള്ള തീരുമാനം ആദ്യമായി എടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ സംഘടനാ സെക്രട്ടറി, ദേശീയ കേരളത്തിൻ്റെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി BL സന്തോഷ്, ഈ BL സന്തോഷും V മുരളീധരനും K സുരേന്ദ്രനും ഒക്കെ ഒരു ഒറ്റ ടീമാണ്. ഒറ്റ ടീം എന്ന് പറഞ്ഞാൽ ഇവരൊന്നിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ BJPയെ സംബന്ധിച്ചത് വളർച്ചയാണ്. പാലക്കാട് കൈവിട്ട് പോവുക എന്ന് പറയുന്നത്, ഒന്ന്, SDP-യുടെ വോട്ടുകൾ നിർണായകമായ പല പ്രദേശങ്ങളിലും കൂട്ടത്തോടെ UDF-ലേക്ക് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയും ആ രീതിയിൽ ഇടപെട്ടു. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ BJP വിരുദ്ധ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടൂടെ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പാലക്കാട് പരാജയം ഇത്രയധികം ദയനീയമാകാനുള്ള ഒരു കാരണം. അതായത് BJP വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുന്നതാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും അതിഗംഭീരനായിരുന്നു, വലതുപക്ഷ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയും കുഴപ്പമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP വിരുദ്ധ വോട്ടുകൾ കുറേ LDF-ലേക്കും പോയി, കുറേ UDF-ലേക്കും പോയി. പിന്നെ BJP-യോടെ നല്ല രീതിയിൽ ആളെ വോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അതടക്കം BJPക്ക് ഒരുപാട് ഗുണങ്ങൾ തൃശ്ശൂരുണ്ട്. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് അത് കോൺഗ്രസ് BJP ഫൈറ്റാണ്. അവിടെ CPM ചിത്രത്തിലില്ല, മുമ്പും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. സ്വാഭാവികമായിട്ടും സരിനെ പോലെ താരതമ്യേന ദുർബലനായ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ ആദ്യഘട്ടത്തിൽ വിചാരിച്ചത് കുറെ കോൺഗ്രസ് വോട്ട് കൊണ്ടുവരാൻ സരിന് കഴിയുമെന്നൊക്കെയായിരുന്നു. പക്ഷേ അത് പ്രചാരണം തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി സരിന്റെ കയ്യിൽ കാര്യങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ BJP വിരുദ്ധ വോട്ടുകൾ ഈ SDP-ക്ക് നിർണായകമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരിക്കലും BJPയെ തോൽപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചത് SDP ആണെന്നല്ല, ഭൂരിപക്ഷം കൂടിയതിൽ SDP വോട്ടുകളും ഘടകമായിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ. നമുക്ക് ഷാഫി പറമ്പിൽ അവിടെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഷാഫി പറമ്പിൽ ജനകീയനാണ്. കഴിഞ്ഞ തവണ ഈ പറയപ്പെടുന്ന വെട്രോമാനോടൊപ്പം മത്സരിച്ചപ്പോൾ നിസ്സാര വോട്ടുകൾക്കാണ് ഷാഫിക്ക് അവിടെ വിജയം കാണാൻ സാധിച്ചത്. ഷാഫി പറമ്പിൽ നഗരസഭാ പരിധിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു UDF എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 3 തവണകളായി അവിടെ മത്സരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഷാഫി പറമ്പിലാണ്. ഈ നഗരസഭാ പരിധിയിൽ കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഈ പറയപ്പെടുന്ന ഹൈന്ദവ വോട്ടുകളാണ് കൂടുതലുള്ളത്. എല്ലാവും മതവും ജാതിയും വെച്ച് വേർതിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് സംസാരിക്കുന്നത് തെറ്റൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് വന്ന് മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിലിന് കിട്ടാത്ത വോട്ടുകൾ കൂടി ആ ഒരു ക്രെഡിറ്റിൽ രാഹുലിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പാലക്കാടിന്റെ MLA മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഷാഫിയുടെ സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ടും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന ഒരു കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ കാരണമാണ് പാലക്കാട് ഇത്ര ഭയാനകമായ തോൽവി ഉണ്ടായത് എന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ സുരേന്ദ്രന്റെ ഒരു പ്രശ്നം സംഭവിച്ചത് ഈ സംഘടനാ തലത്തിൽ ഒരു കെട്ടുറപ്പ് കൊണ്ടുവരാൻ, അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപ് വാര്യർ പോകുന്നത് ഒഴിവാക്കാമായിരുന്നു. അത് സുരേന്ദ്രൻ ചെയ്യാതെ പോയത് ഒരുപക്ഷെ സന്ദീപിനോടുള്ള ഒരു വെല്ലുവിളി എന്ന നിലയ്ക്കായിരിക്കും. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ ഒരിക്കലും സുരേന്ദ്രനെ മാറ്റുകയില്ല. പക്ഷേ സുരേന്ദ്രൻ ഈ ജനുവരി വരെ അദ്ദേഹത്തിൻ്റെ ഇപ്പം തന്നെ BJPയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ്, പ്രാദേശിക തലത്തിൽ തുടങ്ങാം. ജനുവരി ആകുമ്പോഴേക്കും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ BJPയിൽ ഒരു മാറ്റമുണ്ടാവും. JP നദ്ദ അടക്കം ദേശീയ അധ്യക്ഷനടക്കമുള്ളവർ മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന തലങ്ങളിലും മാറ്റം. പക്ഷേ അപ്പോൾ പോലും സുരേന്ദ്രൻ മാറാനുള്ള സാധ്യത വിരളമാണ്. സുരേന്ദ്രൻ മാറേണ്ടി വന്നാൽ പോലും കൃത്യമായ ഒരു അക്കോമഡേഷൻ സുരേന്ദ്രൻ BJP തീർച്ചയായിട്ടും സുരേന്ദ്രൻ മാറാനുള്ള സാധ്യത കുറവാണ്. കാരണം സുരേന്ദ്രനെ സംബന്ധിച്ച് ഇപ്പം ഈ ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം അവലോകനം ചെയ്താൽ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു അധ്യക്ഷനാണ് സുരേന്ദ്രൻ.
അത് പാർട്ടി തലങ്ങളിൽ അങ്ങനെ തന്നെയാണ്. ഇവിടെ ആഭ്യന്തര തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എത്ര കാലമായി സുരേന്ദ്രനെതിരെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ആ സമയങ്ങളിൽ ഒന്നും സുരേന്ദ്രൻ മാറുന്നില്ല. ഇതിനു മുമ്പും സുരേന്ദ്രനെ മാറ്റുമെന്ന് വാർത്തകൾ വന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, 2 സ്ഥലത്ത് മത്സരിച്ച് സുരേന്ദ്രൻ തോറ്റ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊന്നും സുരേന്ദ്രൻ മാറുന്നില്ല. അപ്പോൾ അന്നുണ്ടായിരുന്നത് അത്രയും പ്രശ്നം ഇപ്പോൾ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു നേതാവ് പോയി എന്നതുകൊണ്ട് സുരേന്ദ്രൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ BJP സുരേന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചാൽ സന്ദീപിന്റെ വിജയമായി ചിത്രീകരിക്കും. അത് മാത്രമല്ല, ഈ സന്ദീപ് വാര്യർ പോയതോടുകൂടി BJP ഒരു കെട്ടുറപ്പ് കുറെ കൂടി ശക്തമായിട്ടാണ് എൻ്റെ അഭിപ്രായം. അതായത് BJP പല ഭിന്നതകളും മറന്ന് എല്ലാവരും ഒന്നിച്ചു. അതായത് സുരേന്ദ്രനൊപ്പം നിൽക്കാത്ത ആളുകൾ മാറി നിൽക്കട്ടെ, സുരേന്ദ്രനൊപ്പമുള്ള ആളുകൾ കുറെ കൂടി ഊർജ്ജസ്വലരാകുകയും അവർ ഒറ്റക്കെട്ടായി നിന്ന് ഒരു വാശി അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ തന്നെ ഇനി നയിക്കും. അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ പറയാനുള്ളത്. താമസമൊന്നുമില്ല, ഒരു വർഷത്തിനപ്പുറം ഈ സുരേന്ദ്രൻ പോകും എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു അടിസ്ഥാനമില്ല. അത് ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന നെറികേടാണ്, മനുഷ്യനോട് ചെയ്യുന്ന നെറികേടാണ്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ ക്ഷോഭിച്ചത്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. CPM സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ചാണ് മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്ത ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ മാധ്യമങ്ങളെ പിന്നെ ഈ ഗോവിന്ദ മാഷ് വന്ന് കാണുമ്പോൾ അത് വേറെ ലെവലാണ്. അപ്പം സുരേന്ദ്രന്റെ മെക്കിട്ട് എന്തോ ആവാം, മറ്റുള്ളവരോടത്ത് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ മോശമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സുരേന്ദ്രന്റെ പ്രസ്താവനകൾ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ വിമർശിക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ല കാര്യമില്ല. പക്ഷേ ഇയാൾ മാറുമെന്ന് മാധ്യമങ്ങൾ നിരന്തരമായി കഥ എഴുതുമ്പോൾ ഇത് കാണേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ. ഇയാൾ ദേശീയ നേതൃത്വമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് ഈ സുരേന്ദ്രനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അറിവില്ല. അപ്പോൾ മാധ്യമങ്ങൾ പച്ചന്നോണം അടിച്ചുവിടുക. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കേസിൽ ഇതുപോലെ സംഭവിച്ചു. ഇതിനു മുമ്പ് സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അനുമതിയില്ല എന്ന് പറയുന്ന വാർത്തകൾ വന്നു. അവസാനം സുരേഷ് ഗോപി തന്നെ അടുത്ത ചിത്രത്തിന് പോസ്റ്റർ ഇട്ടു. അപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വവുമായി ലിങ്ക് ചെയ്യുന്ന ഒരു സോഴ്സും ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ വായി തോന്നി അടിച്ചു വിടുന്നു. ഇത് കുറച്ച് കഴിയുമ്പോൾ സുരേന്ദ്രൻ വയലൻ്റ് അതാണ് സംഭവിച്ചത്. സുരേഷ് ഗോപിയുടെ കാര്യത്തിന് സംഭവിക്കുന്നത് അതാണ്. തെറ്റുകളെ വിമർശിക്കാം, മണ്ടത്തരങ്ങളെ ട്രോളാം, പക്ഷേ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇയാൾ അടിച്ചേ പറ്റൂ എന്ന രീതിയിൽ മാധ്യമങ്ങൾ നിലപാടെടുത്താൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അതിൽ അക്കാര്യത്തിൽ എനിക്ക് സുരേന്ദ്രന്റെ നിലപാടിനോട് യോജിപ്പാണുള്ളത്. ഓക്കെ.